ക്രമീകരണങ്ങളിൽ തൃപ്തനാണോ? ഇന്നത്തെ ഈ ആരാധന ക്രമീകരണങ്ങളിൽ തൃപ്തനാണോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എത്രാം കക്ഷികൾ അവിടുത്തെ കാവൽക്കാരാണ്. 66 ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ സമാധാനത്തിന് വേണ്ടി ആ വിധത്തിൽ വന്നതാണ്. അവർ കൂടെ ഒരുമിച്ച് ചേരുന്നത് വരെയും അവർ സഭ വിട്ടുപോയതാണ്. സഭയിലേക്ക് വരുന്നത് വരെയും പൂർണ്ണ സംതൃപ്തനാവുകയില്ല ഞാൻ. എന്നാൽ നടന്നിടത്തോളം കാര്യങ്ങളിൽ അത്രയും സംതൃപ്തിയുണ്ട്. 1979 ഞാൻ 44 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് എൻ്റെ മുതുകത്ത് കിട്ടിയ അടി അത് മുഴ വന്നത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം തൃക്കുന്നത്ത് സെമിനാരിയിൽ വിശുദ്ധ കുർബാന അത്താനാസ്യോസ് മെത്രാച്ചന് അർപ്പിച്ച് ഞാൻ അനുഭവിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ ഇന്ന് തിരുബലി അർപ്പിക്കുന്നത്. അത് ഞാൻ പ്രാക്ടിക്കലെല്ലാം ചെയ്യുകയും ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തിന് ചൊല്ലാവുന്ന ഭാഗങ്ങളെല്ലാം നിവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ ബഹുമാനപ്പെട്ട ജില്ലാധികാരികൾക്കും ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു ക്രമീകരണത്തിലാണ് ഇന്ന് ആരാധന നടന്നത്. മറിച്ച് മെത്രാകക്ഷികളുമായി ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉടമസ്ഥരായ ഞങ്ങളെ ആ വിധത്തിൽ അംഗീകരിക്കുകയും കാവൽക്കാരും കുടിയെടുപ്പുമായവർ അവരുടെ അവകാശം മാത്രം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായി പോകുന്ന 509 കേസുകൾ എൻ്റെ പേർക്കുണ്ട്. ഇപ്പോൾ ആ കേസുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അവരുടെ പക്ഷത്ത് നിന്ന് ഒരു പത്രപ്രസ്താവന ഉണ്ടാവുകയും ഞാൻ അത് വായിച്ചിട്ടപ്പോൾ തന്നെ ദേവലോകത്ത് ചെന്ന് ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുന്നത് വരെയും ഞാൻ പൂർണ്ണ സംതൃപ്തനല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇടപെട്ട് പരിമിതമായ സൗകര്യങ്ങൾ ചെയ്ത് തന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ചു. മഹാപരിശുദ്ധനായ എൽദോമാർ ബാസിലിയോസ് ബാവ കോതമംഗലത്തേക്ക് പോരുന്ന വഴിയിൽ പള്ളിവാസലിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആർഭാടങ്ങൾ, അതിൻ്റെ അലങ്കാരങ്ങൾ, അതിൻ്റെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ആ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് സ്ഥലകാല പരിധികളിൽ ഒരുമിച്ച് നിന്ന് അദ്ദേഹം അത് നിവർത്തിച്ചു. അതുപോലെ ഞങ്ങളും ഇന്ന് നിവർത്തിക്കുകയായിരുന്നു. വളരെ വിനയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത്രയും സംതൃപ്തനാണ് ഞാൻ. ഇന്ന് തിരുവല്ലി അർപ്പിച്ചത് ജില്ലാ അധികൃതരുടെ സഹായത്തോടു കൂടിയാണ്. അവരുടെ വിരോധമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ വളരെ ഒതുങ്ങി നിന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഞങ്ങൾ നിവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സർക്കാർ ഏർപ്പെടുത്തിയ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ടായിരുന്നല്ലോ ഇത് തിരുവല്ലി അർപ്പിച്ചത്? അല്ല, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ബലി അർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ജില്ലാ അധികൃതർ പല നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അവർ പറഞ്ഞ സമയത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ തീർത്ത് ശാന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ രഹസ്യ സ്ഥലത്ത് കയറിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ളത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണല്ലോ. ബലി അർപ്പിക്കുന്നത് രഹസ്യമാണ്, ബലി തന്നെ രഹസ്യമാണ്. 4:45 5 മണി വരെ ടൈം തന്നിരുന്നു.
4:45 ശേഷം വന്ന വിശ്വാസികൾക്ക് അങ്ങനെയുള്ള കടലാസ് അങ്ങയുടെ കൈ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, 5 മണി വരെ എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. 1 മണി മുതൽ 5 മണി വരെ. ഞങ്ങൾ ആ സമയമൊക്കെ പാലിച്ചപ്പോൾ യാതൊരു ഒച്ചപ്പാടുണ്ടാക്കിയില്ല. ആളുകൾ ഒത്തിരി കൂടണ്ട എന്ന് അറിയിച്ച് വളരെ പരിമിതമായ നിലയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. 5 മണിക്ക് മുമ്പ് വന്ന വിശ്വാസികളെ പ്രവേശിപ്പിച്ചില്ലായിരുന്നു അകത്തേക്ക്. 5 മണിക്ക് മുമ്പ് വന്ന വിശ്വാസികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. എല്ലാവരും പോയി. പിന്നെ ഒടുക്കം എല്ലാവരും വളരെ ദൂരെ നിന്ന് വഴിയേറ്റി വന്നത്. അപ്പോൾ അത് നമ്മൾ നിയമത്തിൽ തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ച് കയറിയിരുന്നേ ഉള്ളൂ. രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകുകയായിരുന്നല്ലോ ദൈവജനം.